എല്ലാവരും സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മിൽ എത്ര പേർക്ക് നിശ്ചയമുണ്ട്? ദാമ്പത്യത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ്. ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, ഇങ്ങനെയൊരു ചിന്തയിൽ നിന്നാണ് പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കാതെ പോകുന്നതാണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് തങ്ങൾക്കിടയിലെ ബന്ധം സുദൃഢമാകുന്നതിന് ദമ്പതികൾ എല്ലാ ദിവസവും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട തിരുവചന ഭാഗമാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനം 13 അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് അവിടെ അപ്പസ്തോലൻ നിർവചിക്കുന്നു. എന്തൊക്കെയാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഗുണങ്ങളെന്നും. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ വചനഭാഗം എല്ലാ ദിവസവും ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. അതോടെ അവരുടെ ഇടയിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.